നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇന്ന് റിലീസാണ്. അപ്പോൾ അതിൻ്റെ നായിക കണ്ടിട്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഹായ്, ബട്ടർഫ്ലൈ ഗേൾ 85 അപ്പോൾ ഇന്ന് റിലീസായിരിക്കുകയാണ്. മോർണിംഗിൽ നടന്ന ഷോക്ക് അത്യാവശ്യം നല്ല അഭിപ്രായം വന്നു. ഇപ്പം ഇതേ ഫോറം മോളിൽ ഈവനിങ്ങിലെ ഷോയ്ക്ക് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത്. ഇനി ഇവർ കണ്ടിട്ട് പറയട്ടെ. നിങ്ങളെല്ലാവരും വരണം, കാണണം, കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. ആസ് എ ആർട്ടിസ്റ്റ് ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. കൂടെ വേണം. താങ്ക് യു. അപ്പോൾ എല്ലാവരും ബട്ടർഫ്ലൈ എന്നുള്ള പടം വന്ന് കാണുക. തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ഞങ്ങളുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് എന്തായാലും എൻ്റെ വിവരം തരാം. പിന്നെ നമ്മുടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ അതിൽ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തൊരു ചേട്ടനും കൂടി ഉണ്ട് ഇവിടെ. പേരെന്താണ്? മാഡി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ആക്ച്വലി ദിസ് ഇസ് മൈ എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ആക്ടിങ് ആണ്. ഇതിൽ ആൾറെഡി ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു, ക്യാമറമാൻ. സോ ആദ്യമായിട്ട് ആക്ടിങ് ആകുമ്പോൾ പിന്നെ കുറച്ച് ആക്ട്രസിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. പിന്നെ ഈ കണ്ടന്റ് വളരെ നല്ലതാണ്. സോ അത്യാവശ്യം ആൾക്കാർക്ക് എത്തിപ്പെടുന്ന രീതിക്കാണ് ഞങ്ങളുടെ ടീം മൊത്തം ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ കുട്ടികളോട് പാരൻസ് കുട്ടികളെയും കൊണ്ടുവന്ന് കാണണം. പ്രത്യേകിച്ച് ആൺമക്കൾ ഈ പടം ഉറപ്പായിട്ട് കാണണമല്ലേ. അപ്പോൾ തന്നെ സ്ത്രീ കുട്ടികളുടെ പിന്നെ വുമൻസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. എന്നൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ അവർ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കൂടെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. സോ മസ്റ്റ് വാച്ച്. ഇതിപ്പോൾ ക്യാമറ വർക്കും പണിയിരിക്കാൻ ഇല്ല ക്യാമറ വർക്കൊന്നും ചെയ്തിട്ടില്ല. സോ ഇത് പ്രശാന്ത് ഫ്രണ്ടാണ്. വേറെ പടത്തിൽ ക്യാമറ വർക്ക് നമ്മൾ ഇവിടുത്തെ മണോറാജി എന്ന് പറയുന്ന പടത്തിൻ്റെ DOP ആണെന്നാണ്. പിന്നെ അന്നത്തെ ഗംഗുവ ഇതുപോലൊക്കെ പടങ്ങളുടെ സെക്കൻഡ് ക്യാമറ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പ്രശാന്ത് ഫ്രണ്ടായതുകൊണ്ട് സോ അഭിനയിക്കുന്ന ആലോചിച്ചു. ഇതിലിപ്പോൾ നല്ലൊരു ക്യാരക്ടർ റോളും കൂടി ചെയ്തിട്ടുണ്ട്. ക്യാമറമാനാണ് നമ്മുടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ വാച്ച് ചെയ്യാൻ വന്നൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ട് എന്തായാലും എൻ്റെ അഭിപ്രായം കൂടി ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇവരെ കൂടെ ഇരുന്നിട്ട് കാണാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എന്താണ് പേര്? ഇഷിക കൃഷ്ണ അല്ലേ? ഇഷിക ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? നല്ല രസം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അതെ. ആ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടർ നല്ല ഇഷ്ടപ്പെട്ടു. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. ആക്ടിങ് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഒരുപാട് വലിയ വലിയ പടങ്ങൾ ചെയ്യാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നും കൂടി പടം കാണാം അല്ലേ? വേറെ ആരോ കൂടെ വന്നു? അമ്മയും അച്ഛനും ആരൊക്കെ വന്നു? അമ്മയും അച്ഛനും വരുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. ഓക്കെ. അപ്പോൾ എന്തായാലും എൻജോയ്. നമ്മളെ ഒരു ക്യാരക്ടർ മോളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടവരൊക്കെ എന്തായാലും ഒന്ന് എല്ലാവരോടും പറയാം. കൊച്ചു പടമാണെന്നുണ്ടെങ്കിലും അതിൽ നല്ല സംഭവങ്ങളാണ് കേട്ടോ. നല്ല നമ്മുടെ മനസ്സിനിണങ്ങിയ ഓരോ സംഭവങ്ങൾ ഇതായിരുന്നു. എല്ലാവരും കാണേണ്ട പടം. ഇന്ന് ബട്ടർഫ്ലൈ 85 റിലീസാണല്ലോ. അതെങ്ങനെയുണ്ട് പടം? കണ്ടവർക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്, ഓഡിയൻസ് അല്ല. രാവിലെ കണ്ട ടീമുകളൊക്കെ നല്ല അഭിപ്രായം കേട്ടോ. മോശമായിട്ടൊന്നും പറഞ്ഞില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇമോഷണലി എല്ലാവർക്കും ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ളവർ കാണാം, കണ്ടിട്ട് അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ കണ്ടോ? ഇല്ല, കാണാൻ പോകുന്നുണ്ട്. എനിക്ക് രാവിലെ വേറെ 2 പോകണുണ്ടായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റി. എന്തായാലും ഈ ഷോ കാണാൻ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നേരിട്ട് തന്നെ പറയാം അഭിപ്രായം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചങ്കാണ് അവൻ്റെ ഒരു പടമാണ് ഇപ്പോൾ ഇന്ന് ഇറങ്ങിയത്, ബട്ടർഫ്ലൈ 85. മൂവീസ് എല്ലാവരും തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്തവരൊക്കെ നല്ല അഭിപ്രായമാണ്. ഞങ്ങളിപ്പോൾ കാണാൻ വന്നൊക്കെയാണ്, അവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാരണം ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രശാന്ത് ഏട്ടനുണ്ട്, നമ്മുടെ ബട്ടർഫ്ലൈ 85ൻ്റെ ഡയറക്ടർ. നമുക്കത് ചോദിക്കാം. എങ്ങനെയുണ്ട്? നമസ്കാരം. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? പരിപാടി ഉഷാറായിട്ട് പോകുന്നു. നല്ല റിവ്യൂസ് വരുന്നുണ്ട്. സിനിമയെ പറ്റി നല്ല അഭിപ്രായം വരുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ സിനിമ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. ആകെയുള്ളൊരു കാര്യം, തിയേറ്ററുകളിൽ ആളുകളിപ്പോൾ കുറവാണ്. സിനിമയെ പറ്റി ആളുകൾ കേട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെ. അപ്പം സിനിമ എന്തായാലും സോഷ്യൽ മീഡിയയെ പറ്റിയും
സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെ പറ്റിയും അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയും അതിൻ്റെ അതിജീവനത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. സോ ഇല്ല, നമുക്ക് ടോട്ടലി നമുക്കൊരു 48 അവാർഡ്സോളം നാഷണലി ഇൻ്റർനാഷണലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള കൊമേഴ്ഷ്യൽ റിലീസാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. അവാർഡ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതൊരു അവാർഡ് ഫിലിമല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പം പാട്ടുകളൊക്കെയുള്ള അത്യാവശ്യം സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്ന, നിങ്ങൾക്കൊക്കെ നിങ്ങളെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ നിങ്ങൾ വെറുതെ പറഞ്ഞല്ല, പടത്തിനെ പറ്റിയിട്ട് രാവിലെ മുതലേ നല്ല അഭിപ്രായമാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. എൻ്റെയും കൂടെ ഒരു വാക്കാണ്.